നമസ്കാരം. അങ്ങനെ ഏറെ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും എല്ലാം തന്നെ ഒടുവിൽ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചുകൊണ്ട് പാസ്സാക്കിയെടുക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതിനാൽ തന്നെ ഒടുവിൽ രാഷ്ട്രപതി അത് ഒപ്പുവെക്കുകയും അതിന് നിയമപരിരക്ഷ ലഭ്യമാകുമെങ്കിലും ബില്ലിനെ ശക്തമായി എതിർത്ത പ്രതിപക്ഷമാകട്ടെ അതിനകത്ത് ഒളിഞ്ഞുകിടക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ അത് ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരികയാണ്. ബി.ജെ.പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ രാജ്യത്തുള്ള ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അതിന് വാസ്തവത്തിൽ വിയോജനക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി എഴുതുമെന്നുള്ള ധാരണയിലായിരുന്നു പ്രതിപക്ഷം ഇരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ കാണുമെന്നിപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ നിരവധിയായിട്ടുള്ള പരാതികൾ അത് രാഷ്ട്രപതിയോട് ബോധിപ്പിക്കേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കർത്തവ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണുകയാണ്. ഇരു സഭകളും ബില്ല് പാസ്സാക്കിയെങ്കിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു അതിൽ ഒപ്പുവെക്കുമ്പോഴാണ് ആ ബില്ല് നിയമമായി മാറുന്നത്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ട് വിഷയങ്ങളിലുള്ള പ്രതികാര നടപടികളുമായിട്ട് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി നീങ്ങുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒന്ന്, ഈ വിഷയത്തിൽ ആകുലരായിട്ട് പ്രതിഷേധിച്ചവരെ എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പി നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതുപോലെ തന്നെ മുസാഫർ നഗറിൽ 2 ലക്ഷം രൂപ പിഴയും അതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചവരെ കോടതി മുമ്പാകെ ഈ മാസം 16-ന് ഹാജരാക്കണമെന്ന് പറയുന്നതിൽ ഏറെ പിടിവാശിയുമുണ്ട്. ഇവിടെ ജുഡീഷ്യൽ സംവിധാനത്തെയാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ നേതാക്കൾ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൽ തങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ ജുഡീഷ്യൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള അതിന് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ജഗദീപ് ധൻഖറും എത്രത്തോളം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരാണ് എന്നുള്ളത് അവരുടെ ഓരോ വാക്കിലും വളരെ കൃത്യമായി പ്രകടമായെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. മാത്രമല്ല, ഈ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തുന്നത് 1975-ലെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചാണ്. 2014 മുതൽ ഇന്നേ വരെ 10 കൊല്ലത്തിലധികം കാലമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്ത് ഉടനീളമുള്ളതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ പാടില്ല, അങ്ങനെ മിണ്ടിയാലോ പ്രതിഷേധിച്ചാലോ അവരെല്ലാവരും രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തപ്പെടുന്നു. എന്തിനേറെ പറയണം, പ്രതിപക്ഷ നേതാവിനെ തന്നെ രാജ്യദ്രോഹി എന്ന രീതിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇതിൽ പരം എന്താണ് ഈ രാജ്യത്ത് നടക്കാനുള്ളത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ചോദിക്കുന്നത്. ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തെ തച്ചുടച്ചുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്ന നടപടിയെ ഉപരോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ്, ആദ്യത്തെ ചർച്ച എന്ന രീതിയിലായിരിക്കും രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ കാണുക. രാഷ്ട്രപതിയോട് കൃത്യമായി അതിൻ്റെ വിയോജിപ്പ് അറിയിക്കുകയും അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിനുവേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനായി ഇപ്പോൾ നടത്താനായി ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.